ആദ്യമായി നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്ന കരാട്ടെ പ്രകടനം വീക്ഷിക്കുന്നതിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളെയും ബഹുമാന്യനായ റൻഷി സൈനുദ്ദീൻ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ റൻഷി സൈനുദ്ദീൻ അവർകളെ നമ്മുടെ ഈ കരാട്ടെ അക്കാദമിയുടെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗുഡ് ഈവനിങ്. നമ്മുടെ സ്കൂളിൽ ഈ വർഷമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് 2023 ഞാനിവിടെ വരാൻ കാരണം തന്നെ നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകൻ നമ്മുടെ ഷിയാബ് സാറാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് 2023 ലാസ്റ്റ്, അതായത് എനിക്ക് തോന്നുന്നൊരു ഡിസംബറിലാണെന്ന് തോന്നുന്നു, ഒരു മാസമോ മറ്റോ ക്ലാസ് നടത്തി. പിന്നെ 2024 നമ്മുടെ പുതിയ അധ്യയന വർഷത്തിൽ ജൂൺ തൊട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഫെബ്രുവരി ലാസ്റ്റ് ഇതുവരെ ഉള്ള ക്ലാസ്സുകൾ കൊടുത്തു. നമ്മുടെ കുട്ടികൾ വളരെ എന്താ പറയുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ താല്പര്യമുള്ളൊരു കുട്ടികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതിരാവിലെ വരുന്നത് നമ്മളൊരു 7-7:30 പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല 8 മണിക്ക് ക്ലാസ് പറഞ്ഞാലും സ്വാഭാവികമായിട്ട് അവർ 7:45 നമ്മുടെ സ്കൂളിലെത്തും. അത് കാരണം തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരുമ്പോൾ പിള്ളേരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, വന്നു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സന്തോഷമുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ നമുക്ക് ക്ലാസ് നടത്താനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നിങ്ങൾ കൂടുതലൊന്ന് ഈ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കണം. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ രക്ഷിതാക്കളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികളെ, ഇതുപോലുള്ള നമ്മുടെ നല്ല നല്ല സ്കൂളുകളിലൊക്കെ ഒരുപാട് നല്ല നല്ല അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടിക്കും കൂടി നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിടാനും അതിനുള്ള താല്പര്യമൊക്കെ എടുക്കുന്ന നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളെ നമുക്കിന്ന് ആവശ്യമുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു 1300 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പല സ്കൂളുകളിലും കോളേജുകളൊക്കെ ആയിട്ട്. ഞാനായിട്ട് തുടങ്ങി വെച്ച് 18 വർഷം മുമ്പ് ഞാനായിട്ട് തുടങ്ങി വെച്ച കരാട്ടയുടെ പരിപാടി ഇന്നിപ്പോൾ ഏകദേശം എല്ലാ സ്കൂളുകളിലും ഈ ഒരു പദ്ധതിയുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു സ്കൂളിൽ എത്ര ക്ലബ്ബുകളുണ്ടെങ്കിലും, അതായത് യോഗ, മ്യൂസിക്, ആർട്സ്, ബാൻഡ്, അതുപോലെ സ്കൗട്ട്, എല്ലാ പരിപാടികളും ഉണ്ടെങ്കിലും കരാട്ടയിലായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇടിച്ചു കയറുന്നത്. അതിൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺകുട്ടികളെക്കാളും കൂടുതൽ മുതിർന്ന കുട്ടികളൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞാൻ 2 വാക്ക് പറയുകയാണ്, രക്ഷിതാക്കളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് കരാട്ടെ മാത്രമല്ല, അതായത് കുട്ടികൾ ഒരു നല്ലൊരു കുട്ടികളായി മാറുക, നല്ലൊരു വ്യക്തികളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ കുറച്ച് മര്യാദകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കർശനമായിട്ടൊക്കെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ ഈ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ലഹരിയുടെ ഒരു പിടിമുറുക്കിയിരിക്കുകയാണ് നമ്മുടെ കേരളം മാത്രമല്ല എല്ലായിടത്തും. അതിൽ തന്നെ MDM പോലുള്ള ഇന്നത്തെ ഏറ്റവും വലിയ ലഹരിയായ, അത് മാത്രമല്ല മൊബൈൽ ഫോൺ വരെ നമ്മുടെ കുട്ടികൾ, ഞാൻ എപ്പോഴും കൊടുക്കുന്നൊരു കാര്യമുണ്ട്, എല്ലാ കുട്ടികൾക്കും ഏത് സ്കൂളിലും കൊടുക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും കുട്ടികൾ സംസാരിക്കാൻ മാത്രം അതിന് ഉപയോഗിക്കുക എന്നുള്ളൊരു താല്പര്യം നമ്മളെപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്, പരിചയപ്പെടുത്തി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ രീതി, അമിതമായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ ഈ പഞ്ചസാര, അങ്ങനെ ഇത്യാദി നമുക്കറിയാത്ത ഓയിലുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിൽ കൂടി തന്നെ കുറേ കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികളാണ്, അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം, നിങ്ങൾ വെറും കഞ്ഞി കൊടുത്താൽ മാത്രം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഒരു ചില കളർ ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ തെരുവിലൊക്കെ നമ്മുടെ റോഡിൻ്റെ വഴിയോരങ്ങളിലൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ ദയവ് ചെയ്തിട്ട്, ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അന്തരീക്ഷമാണ് ഞാനിവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രക്ഷിതാക്കളുണ്ട്. സാധാരണഗതിയിൽ ചില സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വളരെ കുറവായിരിക്കും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ കുട്ടികളാണ് വേണ്ടത്, നമ്മൾക്ക് ആരോഗ്യമാണ് വലുത്. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് വേണ്ടത് ആരോഗ്യമാണ്, രക്ഷിതാക്കളായാലും കുട്ടികളായാലും. അതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് വ്യായാമമില്ലാത്തൊരു പ്രശ്നം അതിനോട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അമിതമായിട്ട് അസമയത്തുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മൾ നോക്കാറില്ല.
പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതിനകത്ത് അടങ്ങിയിരിക്കും. കാരണം ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ പറയുന്നതല്ല, ഒരുപാട് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് രോഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. കാരണം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ